ഇതേപോലത്തെ ഒരു കളർ പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ എയർ4 ഷീറ്റോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു കോസ്റ്റർ ഉണ്ടാക്കിയെടുക്കും. ഇത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. ആൻഡ് ഒള്ളി 2 സാധനം നമുക്ക് മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടി. ഇതാണ് എൻ്റെ പഴയ കോസ്റ്റർ. ഇത് ഞാൻ കുറേ വർഷം ഉപയോഗിച്ചതാണ്. ഒരു കുഴപ്പം ഇതുവരെയായിട്ട് പറ്റിയിട്ടില്ല. ആദ്യം തന്നെ കോസ്റ്റർ എന്താണെന്ന് പറഞ്ഞുതരാം. കോസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഈ കപ്പ്, വാട്ടർ ബോട്ടിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെറുതെ ടേബിളിൻ്റെ മണ്ടയിലും ടീപ്പോയുടെ മണ്ടയിലൊക്കെ കൊണ്ടുവെക്കുമ്പോൾ ഒരു പാട് വീഴത്തില്ലേ, ആ പാട് കളയാൻ വേണ്ടിയിട്ടാണ് ഈ കോസ്റ്റർ. അതായത് ഈ കോസ്റ്ററിൻ്റെ മണ്ടയിൽ ഈ സാധനം വെക്കുവാണെങ്കിൽ ഈ കോസ്റ്ററിൻ്റെ മണ്ടയിലേക്ക് എല്ലാ പാട് വീഴും. അതാണ് സാധനം. എനിക്കത് പണ്ടേ ഈ കാര്യം അറിയായിരുന്നു, പക്ഷേ ഇതിൻ്റെ പേര് കോസ്റ്റർ എന്ന് ഉള്ളതെന്ന് എനിക്കറിയത്തില്ല. സോ ദ പ്രോസസ് ഈസ് വെരി സിമ്പിൾ. നിങ്ങളുടെ കയ്യിൽ കലണ്ടറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ പിന്നെ ഇതുപോലത്തെ കളർ പേപ്പറൊക്കെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ കളർഫുൾ ആവുക. അല്ലെങ്കിൽ ന്യൂസ് പേപ്പറൊക്കെ എടുക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് അടിച്ചെടുത്താലും എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ സെയിം സൈസിൽ ഇതേപോലെ ഒന്ന് മടക്കി എന്നിട്ട് അതിൻ്റെ അറ്റത്തായിട്ട് ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ഒറ്റ ഒരു എയർ4 മതി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ എയർ4 തീരുന്നോടെ വരെ ഇതേപോലത്തെ സാധനം ഉണ്ടാക്കി ഇതേപോലത്തെ സ്ട്രിപ്സ് ഉണ്ടാക്കി എടുത്തിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്ട്രിപ്സിൻ്റെ ഇതേപോലത്തെ തുള കണ്ടോ, അതിനകത്തേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അടുത്ത സ്ട്രിപ്പ് ഉള്ളിലേക്ക് കയറ്റി കൊടുത്താൽ മതി. എന്നിട്ട് ഒട്ടിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതേപോലെ ഒന്നും ചെയ്യും. ഇതേപോലെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഈസി ആയിട്ട് റോളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ ഒരു എയർ4 കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് എനിക്ക് കുറച്ച് ചെറുതാണ് കിട്ടിയത്. എന്നാലും സാധനം അങ്ങനെ കപ്പ് വീഴുമ്പോൾ താഴെ വീഴുന്നു. പിന്നെ ഇതേപോലെ ഒന്ന് റോളും കൂടെ ചെയ്തിട്ടായിട്ട് കുറച്ച് ഗ്ലൂ കൊടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പണ്ടത്തെ ഒരു കോസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അത് കലണ്ടറും കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതുവരെയായിട്ട് അതിന് ഒരു കേടുപാടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഈ കട്ടിക്കാലോ ഈ കലണ്ടർ നല്ല കട്ടിയുള്ളതല്ലേ, അപ്പം നമ്മൾ ഈ വെള്ളം വീഴുമ്പോഴോ ഒന്നും അത് അലിത്തു പോവോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ശക്തിക്ക് വേണ്ടിയിട്ട് വലിച്ച് വേണം റോൾ ചെയ്ത് കൊടുക്കും. ഭയങ്കര വലുതാ വേണ്ടെങ്കിൽ കുറച്ചുകൂടെ പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒട്ടിച്ചൊട്ടിച്ച് എക്സ്റ്റൻഡ് ആയിട്ട് കൊണ്ടുപോയാൽ ഇത്രയുള്ള വളരെ ഈസി ആൻഡ് അടിപൊളിയായിട്ടുള്ള ക്രാഫ്റ്റ്. ഇത് കുറച്ചുകൂടെ ഗ്ലൂവോടെ തേച്ച് കൊടുത്താൽ സംഭവം. അപ്പോൾ അടുത്തെന്താ വേണ്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. സോ ബൈ. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ, എന്നാലേ ഇതേപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മറ്റുള്ളവരിലേക്ക്